89 cold-blooded murders. Why? ഹോംവർക്കൊക്കെ ചെയ്തു വന്നിരിക്കുക. വിട്. നിങ്ങളെന്താ ഇത്ര പെട്ടെന്ന്? നിങ്ങളെന്തിനാ സൈക്കോളജി പഠിച്ചേ? മനുഷ്യരുടെ മനസ്സ് വായിക്കുന്നത് ഫാസിനേഷനാണ്. അതുകൊണ്ട് എൻ്റെ ഫാസിനേഷൻ നമ്പർ നോക്കിയാൽ സ്പെഷ്യലി നമ്പർ 1. ന്യൂമറോളജി അറിയോ? നമ്പർ 1 സിഗ്നിഫൈസ് ലീഡർ, ambition for success, achievements. ന്യൂമറോളജി പ്രകാരം that 1 signifies the last of success at any cost. ശരിക്ക് ഹോംവർക്ക് ചെയ്താ വന്നിരിക്കുന്നേ. ആദ്യത്തെ വിക്ടിമിനെ അപ്പോൾ നിങ്ങൾ ഗസ് ചെയ്ത് കൊന്നതാ. എന്നാൽ അതിനുശേഷം എന്തിനാണ് കുറേ ആൾക്കാരെ കൊന്നത്? ശരിക്കും പറഞ്ഞ ആ ഗംഗോത്രിയിലെ സംഭവങ്ങൾക്കൊക്കെ ശേഷം, അതായത് അയാൾ മരിച്ചതിനൊക്കെ ശേഷം, അതിശയമായ ഒരു മെന്റൽ പീസ്, അത് നല്ലൊരു സമാധാനമായിരുന്നു. പിന്നെ ഞാൻ വിചാരിച്ചു അച്ഛനൊരു ട്രിബ്യൂട്ട് കൊടുക്കാന്ന്. ഞാൻ ഈ സബ്ജക്റ്റിൽ ശരിക്കും ഒരു മിടുക്കനാ. അവിടെ ഇപ്പം ആവശ്യപ്പെടുന്നുണ്ട്. അതുകൊണ്ട് സീരിയൽ കില്ലേഴ്സിനെ കുറിച്ച് ഞാൻ റിസർച്ച് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ എനിക്കൊരു കാര്യം മനസ്സിലായി. കൊളംബിയയിലുള്ള റിക്കാർഡോ കമാർഗോ, നമ്പർ 1 സീരിയൽ കില്ലർ ഇൻ ദ വേൾഡ്. ശരിക്കും കണക്ക് പറഞ്ഞാൽ 89 കൊലകൾ, 89 victims. So I decided to meet him. എൻ്റെ ടാർഗറ്റ് 90 ആണ്. അൺഫോർച്ചുനേറ്റ്ലി എൻ്റെ ഈ റെക്കോർഡ് ശരിയാകുമെന്ന് അറിയില്ല. ടയർഡ്. അത് ഞാൻ അനിരുദ്ധുമായിട്ട് സംസാരിച്ചു. ഇന്ന് വൈകുന്നേരം ക്ലബ്ബിൽ മീറ്റ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട്. എന്താവും നോക്കാം. താങ്ക്സ്. അതായത് ഷുബീർ ദാസിന്റെ ഫാമിലിയെ കുറിച്ച് എന്തെങ്കിലും ഐഡിയ? അയാളുടെ ഒരേ ഒരു മകൻ ദിവാകരാണ് അവിടെ ഉള്ളത്. വേറൊന്നും എനിക്കറിയില്ല. ശരി, ഇനി നീ പറ, നിന്റെ സെക്ഷനൊക്കെ എങ്ങനെ പോകുന്നു? എനിക്കൊരു ബ്രേക്ക് എടുക്കണം. അനൂപ്, ഐ ഹാവ് എ ഹഞ്ച്. അയാൾ ആദ്യത്തെ വിക്ടിമിനെ കുറിച്ച് പറഞ്ഞത് കള്ളമാണെന്ന് തോന്നുന്നു. എന്നുവെച്ചാ? അപ്പൊ നീ പറയുന്നത് അയാൾ ഗസ് ചെയ്യാതെ കൊന്നെന്നാ? അയാൾ ശരിക്കും ആയുധങ്ങൾ വെച്ച് കൊല ചെയ്തത് പ്ലാൻ ചെയ്ത് തന്നെയാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇതെങ്ങനെ സംഭവിക്കും? അല്ലല്ല, ഞാനത് പറഞ്ഞതേ ഉള്ളൂ. അല്ല, നീ എന്താ പറയുന്നെന്ന് മനസ്സിലാവുന്നില്ല. എനിക്ക് ചെറുതായിട്ടിപ്പോ കാര്യങ്ങളൊക്കെ മനസ്സിലായി വരുന്നുണ്ട്. ഞാനൊരു ബ്രേക്ക് എടുക്കേണ്ടതാണ്. ഐ പ്രോമിസ്. I'll talk to you later, okay? Okay. ഇത്രയധികം കൊല ചെയ്തു, നിങ്ങൾക്ക് മനസാക്ഷി കുത്തു തോന്നുന്നില്ലേ? യു നെവർ റിഗ്രറ്റ് ഇറ്റ്? റിഗ്രറ്റോ? നോ, നെവർ. അതിന് ഞാൻ റിഗ്രറ്റ് ചെയ്യേണ്ട ആവശ്യം എന്താ? അത് ഒരു തവണ ജസ്റ്റ് വൺസ്, റൈറ്റ്? 58th വിക്ടിം, ശിവനാഥ് പാണ്ഡെ. അത് പ്ലാൻഡ് അല്ലായിരുന്നു, കേട്ടല്ലോ. ഞാനൊരു മീറ്റിംഗ് അറ്റൻഡ് ചെയ്ത് ബോൾപൂരിലേക്ക് പോവുകയായിരുന്നു. പോകുന്ന വഴിക്ക് എന്നോട് ഒരു ലിഫ്റ്റ് ചോദിച്ചു. നിങ്ങളൊന്ന് ആലോചിച്ചേ, ആ സമയത്ത് അയാൾക്ക് ശരിക്കും ലിഫ്റ്റ് വേണമായിരുന്നോ? താൻ കുഴിച്ച കുഴി താൻ തന്നെ വീണെന്ന് കേട്ടിട്ടില്ലേ?
അയാൾ എനിക്കൊരു ഡ്രിങ്ക് ഓഫർ ചെയ്തു, ഡ്രഗ് നാച്ചുറലി. അയാളുടെ ആ ബ്രാൻഡ് ഞാനും വീട്ടിൽ വെച്ച് ഉപയോഗിക്കുമായിരുന്നു. അയാൾക്ക് ബോധം വന്ന ശേഷം അയാളെ പിന്നെ എവിടെ വെച്ചാ കണ്ടെന്നറിയോ? നിങ്ങൾക്ക് എന്താ വേണ്ടത്? നമ്പർ, ജസ്റ്റ് നമ്പർ. അതായത് ഗോൾഫിൻ്റേത് പോലത്തെ ഷോട്ട്. ബട്ട് ഐ വാസ് നോട്ട് സാറ്റിസ്ഫൈഡ്. കാരണം എന്താന്ന് വെച്ചാൽ അയാളുടെ തല മുഴുവനും പൊളിഞ്ഞു പോയിന്നേ. എനിക്ക് അടയാളം ഇടാൻ പറ്റിയില്ല. വേറെ ഒരു വഴിയും കണ്ടില്ല. 58 എന്ന് എഴുതി. പിന്നെന്താന്ന് വെച്ചാ ഐ വാസ് നോട്ട് ഹാപ്പി. നോ, നോട്ട് അറ്റ് ഓൾ. ബാഡ് മിസ്റ്റേക്ക്. Good evening, ma'am. താങ്ക് യു. എനിക്ക് അവസാനമായിട്ടൊരു ക്വസ്റ്റ്യൻ കൂടിയുണ്ട്. ഓൾറെഡി ഫൈനൽ. ചോദിക്കുക. നിങ്ങളും നിങ്ങളുടെ അച്ഛനുമായിട്ടുള്ള ബന്ധം എങ്ങനെയായിരുന്നു? അതായത് നിങ്ങളോട് ഈ കാര്യങ്ങളൊക്കെ നേരത്തെ പറഞ്ഞതല്ലേ. ഞാൻ എൻ്റെ അച്ഛനെ നിങ്ങൾ ഈ പറയുന്നത് മുഴുവനും കള്ളമാണ് മിസ്റ്റർ പാൽ. ഇനി ഞാൻ പറയാം. കൃഷ്ണകാന്ത പാൽ was a ruthless, ambitious businessman who wanted to be the best by destroying others. His colleagues, his competitors, he had no friends. ഇതാണ് കോമൺ ന്യൂസ്. അന്നത്തെ കാലത്തെ മാഗസീനിൽ നിന്ന് എടുത്തതാ. ഇത്തവണ അവർ സ്വീകരിച്ചെങ്കിലോ? മേ ബി ഹി വാസ് എ ഗുഡ് ഫാദർ. ഹി വാസ് പെർഫെക്റ്റ്. അതുകൊണ്ട് എല്ലാം പെർഫെക്റ്റ് ആയിരുന്നു. ഒരു തെറ്റും ഉണ്ടായിരുന്നില്ല. ഐ എം എ സൈക്കാട്രിസ്റ്റ്. റിമെമ്പർ